ഉദ്ഘാടനം ചെയ്ത് 2 കൊല്ലം പിന്നിട്ടിട്ടും അടഞ്ഞുകിടക്കുന്ന പുനലൂരിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന് സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങാൻ അനുമതി. PS സുബാൽ MLA ആണ് ഉപകരണങ്ങൾ വാങ്ങാനായി 12 ലക്ഷം രൂപ അനുവദിച്ചത്. പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി MLA അറിയിച്ചു. ഉദ്ഘാടനം ചെയ്ത് 2 കൊല്ലം പിന്നിട്ടിട്ടും അടഞ്ഞുകിടക്കുന്ന പുനലൂരിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന് സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങാനാണ് PS സുബാൽ MLA 12 ലക്ഷം രൂപ അനുവദിച്ചത്. ഈ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത്. പ്രവൃത്തിയുടെ നിർവഹണ ചുമതലയ്ക്കായി നഗരസഭാ സെക്രട്ടറിയെ നിയോഗിച്ചു. 6 മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ നിർദ്ദേശവും നൽകി. വിവിധ സാങ്കേതിക കാരണങ്ങളിൽ കുടുങ്ങി 2 വർഷത്തിനു ശേഷവും തുറക്കാത്ത ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തിപ്പിക്കുന്നതിനാണ് MLA തുക അനുവദിച്ചത്. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കിഫ്ബിക്ക് നൽകിയ 40 ലക്ഷം രൂപയുടെ അടങ്കൽ തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസമെടുക്കുന്നതിനാലാണ് നടപടി. ഭരണാനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉപകരണങ്ങൾ വാങ്ങി എത്രയും വേഗം സ്റ്റേഡിയം പ്രവർത്തിപ്പിക്കുമെന്ന് MLAയുടെ ഓഫീസ് അറിയിച്ചു. കിഫ്ബിയിൽ നിന്നുള്ള 5.63 കോടി രൂപ വിനിയോഗിച്ച് ചെമ്മന്തൂരിലെ നഗരസഭാ മൈതാനത്ത് 2022 ഡിസംബറിലാണ് സ്റ്റേഡിയം പൂർത്തീകരിച്ചത്. 2023 ജൂണിൽ കായിക മന്ത്രി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇതേവരെ സ്റ്റേഡിയം പ്രവർത്തിപ്പിച്ചില്ല. സ്റ്റേഡിയം നിർമ്മിച്ച ഭൂമി രേഖകളിൽ നീർനിലമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഭൂമി തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വിവിധ സാങ്കേതിക പ്രശ്നങ്ങൾ തട്ടിയാണ് തുറക്കൽ അനിശ്ചിതമായി നീളുന്നത്. കെട്ടിടത്തിന് ഇതുവരെ നമ്പറിൽ ലഭിച്ചിട്ടില്ല. വായു ബഹിർഗമന സംവിധാനം സജ്ജമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കൂടി ഉൾക്കൊള്ളിച്ച് സാങ്കേതിക സമിതി സർക്കാരിന് പുതിയ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ സ്റ്റേഡിയം തുറക്കുമെന്നായിരുന്നു 10 മാസം മുമ്പ് നഗരസഭ നൽകിയ ഏറ്റവും ഒടുവിലത്തെ വാഗ്ദാനം. പുനലൂരിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുമ്പോൾ പൊതുജനങ്ങളുടെ പരാതി വാങ്ങുന്നതിനുള്ള കൗണ്ടർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മാത്രം സ്റ്റേഡിയത്തിന്റെ മുൻഭാഗം ഉപയോഗിച്ചതൊഴിച്ചാൽ കെട്ടിടം കായിക താരങ്ങൾക്കായി തുറന്നിട്ടേയില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.